അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഈ വചനഭാഗത്തെ ധ്യാനിക്കുമ്പോൾ കൂട്ടില്ലാതെ പോകുന്ന ഒരുവൻ്റെ നൊമ്പരം നിറഞ്ഞ വാക്കുകൾ ഒരു വേദനയാകാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിലാണ് ആ മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുക. 38 വർഷം തളർവാദം പിടിപെട്ട് അത്ഭുത നീരുറവയ്ക്ക് സമീപം കിടന്ന ആ മനുഷ്യൻ്റെ വിലാപം ഇങ്ങനെയാണ്: ജലമിളകുമ്പോൾ എന്നെ അതിലേക്കിറക്കുവാൻ എനിക്ക് ആരുമില്ല. തനിക്കില്ലാതെ പോയ സൗഹൃദങ്ങളെക്കുറിച്ചുള്ള നൊമ്പരമാണ് തളർവാദത്തേക്കാൾ അവനെ കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകുക. മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 38 വർഷം അവൻ അങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. ക്രിസ്തു അവന് നഷ്ടപ്പെട്ട സൗഹൃദമായി മാറുന്നു. ഒരു നല്ല സുഹൃത്ത് എന്നും ഒരു ബലമാണ്. സന്തോഷത്തിൽ മാത്രമല്ല, നമ്മുടെ ദുരവസ്ഥകളിലും കൂടെ നിൽക്കുന്നവനാണ് ഒരു നല്ല സുഹൃത്ത്. നല്ല സുഹൃത്ത് കൂട്ടുകാരൻ്റെ രക്ഷയ്ക്കും കാരണമാകുന്നു. അങ്ങനെയെങ്കിൽ നാം ഇന്ന് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ നല്ല സുഹൃത്താണോ എന്നാണ്.